നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഇവരെല്ലാം പലപ്പോഴും മാധ്യമങ്ങളോട് തട്ടിക്കയറുന്ന ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വീണ്ടും അത്തരത്തിലൊരു സംഭവം ആവർത്തിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം ഒരു മാധ്യമ പ്രവർത്തകനോട് തട്ടിക്കയറി സംസാരിച്ചിരിക്കുന്നു. സാഹചര്യം, സന്ദർഭം എന്താണ് എന്ന് നോക്കാം. PM ശ്രീയുമായി ബന്ധപ്പെട്ട ചോദ്യത്തോടാണ് മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു പ്രകോപിതനായി ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. പത്രപ്രവർത്തകനായിട്ട് എത്ര നാളായി എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുചോദ്യം. ഡൽഹിയിൽ പൊളിറ്റ് ബ്യൂറോ യോഗം കഴിഞ്ഞിറങ്ങിയപ്പോഴായിരുന്നു മുഖ്യമന്ത്രി ഇത്തരത്തിൽ പ്രതികരിച്ചത്. പൊളിറ്റ് ബ്യൂറോ യോഗം കഴിഞ്ഞിറങ്ങിയ മുഖ്യമന്ത്രിയോട് ഈ PM ശ്രീയുമായി ബന്ധപ്പെട്ട വിഷയം സംസാരിച്ചുവോ, ചർച്ചയായോ എന്ന് മാധ്യമപ്രവർത്തകൻ ചോദിച്ചു. അതിനായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി, പത്രപ്രവർത്തകനായിട്ട് എത്ര നാളായി എന്ന്. ഉച്ചഭക്ഷണത്തിനായി പുറത്തിറങ്ങിയതായിരുന്നു മുഖ്യമന്ത്രി. PM ശ്രീയുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ചർച്ച ഇന്ന് രാവിലെ നടന്ന യോഗത്തിൽ ഉണ്ടായിരുന്നോ എന്നായിരുന്നു മാധ്യമപ്രവർത്തകന്റെ ചോദ്യം. ഉടനെ ക്ഷുഭിതനായി, നിങ്ങൾ പത്രപ്രവർത്തനം തുടങ്ങിയിട്ട് എത്ര കാലമായി എന്നായിരുന്നു മുഖ്യമന്ത്രി ചോദിച്ചത്. PM ശ്രീയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും കരാർ താൽക്കാലികമായി മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രത്തിന് സംസ്ഥാനം കത്തെഴുതുകയും ചെയ്തതിന് പിന്നാലെ നടക്കുന്ന ആദ്യ പൊളിറ്റ് ബ്യൂറോ യോഗമായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത്. കേന്ദ്ര നേതൃത്വത്തിന്റെ അറിവോ ചർച്ചകളോ ഇല്ലാതെയായിരുന്നു PM ശ്രീയുമായി ബന്ധപ്പെട്ട പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ ഒപ്പുവെച്ചത്. പിന്നീട് അത് വലിയ രീതിയിൽ വിവാദമാകുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതേ തുടർന്ന് CPI ജനറൽ സെക്രട്ടറി D രാജ, CPM ജനറൽ സെക്രട്ടറി MA ബേബിയുമായി ചർച്ച നടത്തി. പക്ഷേ പദ്ധതിയിൽ നിന്ന് പിന്മാറണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകി. ഒടുവിൽ CPI കടുത്ത നിലപാട് സ്വീകരിച്ചതിനെ തുടർന്ന് കരാർ മരവിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിക്കുകയായിരുന്നു. അതിനിടെ PM ശ്രീയിൽ നിന്ന് പിന്മാറിയതിന്റെ പേരിൽ ഫണ്ട് നഷ്ടപ്പെട്ടാൽ ഉത്തരവാദിത്തം വിദ്യാഭ്യാസ മന്ത്രിക്കില്ല എന്ന ശിവൻകുട്ടിയുടെ പ്രസ്താവന, അത് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ആ ഒരു പ്രസ്താവനയ്ക്കെതിരെ രംഗത്ത് വന്നു. രണ്ടും രണ്ടാണെന്നും അവ തമ്മിൽ കൂട്ടിക്കെട്ടുന്നത് BJPയുടെ രാഷ്ട്രീയമാണ് എന്നുമായിരുന്നു ബിനോയ് വിശ്വം ശിവൻകുട്ടിക്ക് നൽകിയ മറുപടി. PM ശ്രീയും സമഗ്ര ശിക്ഷാ കേരളയും രണ്ടും ഒന്നല്ല. രണ്ടും തമ്മിൽ കൂട്ടിക്കെട്ടുന്നത് BJPയുടെ രാഷ്ട്രീയമാണ്, അതല്ല നമ്മുടെ രാഷ്ട്രീയം. LDF രാഷ്ട്രീയം അതല്ല. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ടിന്റെ വെളിച്ചത്തിൽ SSK ഫണ്ട് കിട്ടാൻ നമുക്ക് അവകാശമുണ്ട് എന്നതാണ് CPIയുടെ നിലപാട്. LDFനും അതായിരിക്കും സ്വീകാര്യം. എന്തായാലും CPMന് അത് മനസ്സിലാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. SSKയും PM ശ്രീയും കൂട്ടിക്കെട്ടിക്കൊണ്ട് ആ ന്യായം പറഞ്ഞ് അവകാശപ്പെട്ട SSK ഫണ്ട് തട്ടിപ്പറിക്കാൻ കേന്ദ്രം ശ്രമിക്കുകയാണെങ്കിൽ ഇടതുപക്ഷം അതിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നും ബിനോയ് വിശ്വം ഉറപ്പ് നൽകിയിരിക്കുകയാണ്. ആ രാഷ്ട്രീയം LDFനുണ്ട്. ആ രാഷ്ട്രീയം ശിവൻകുട്ടിക്ക് എന്തായാലും ബോധ്യപ്പെടുമെന്നും ബിനോയ് വിശ്വത്തിന്റെ മറുപടി. ഇടത് രാഷ്ട്രീയം എങ്ങനെ നടപ്പാക്കണമെന്ന് ഒരു കേന്ദ്രത്തിൽ നിന്നും CPM പഠിക്കേണ്ട കാര്യമില്ലെന്ന ശിവൻകുട്ടിയുടെ പരാമർശത്തിനും ബിനോയ് വിശ്വത്തിന്റെ മറുപടി ഇപ്രകാരമാണ്. ഇപ്പോൾ ഈ സമയത്ത് സഖാവ് ശിവൻകുട്ടി ഇത്രയും പ്രകോപിതനാകാൻ എന്താണ് കാരണമെന്ന് അറിയില്ല. താൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടറിയാണ്. പ്രകോപനമുണ്ടാക്കാനോ പ്രകോപിതനാകാനോ താനില്ല. അതിന് തന്റെ രാഷ്ട്രീയ ബോധം അനുവദിക്കുന്നില്ല. ആ രാഷ്ട്രീയ ബോധം എല്ലാവർക്കും വേണം. അതാണ് LDFന്റെ കൈമുതൽ, അതാണ് കരുത്ത്. CPIക്ക് ആ രാഷ്ട്രീയ ബോധമുണ്ട്. PM ശ്രീയെ സംബന്ധിച്ച് സഖാവ് ശിവൻകുട്ടി എന്തെങ്കിലും പഠിപ്പിക്കാൻ താൻ ആളല്ല. PM ശ്രീയെ സംബന്ധിച്ചുള്ള ഇടതുപക്ഷ രാഷ്ട്രീയം എന്താണെന്ന് ശിവൻകുട്ടിയെ പഠിപ്പിക്കാൻ എന്നെക്കാളും എന്തുകൊണ്ടും അർഹരും അവകാശമുള്ളവരും സഖാവ് MA ബേബിയും സഖാവ് ഗോവിന്ദൻ മാഷുമാണ്. അവർ പഠിപ്പിക്കട്ടെ എന്നായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ മറുപടി. PM ശ്രീ എന്ന പദ്ധതി NEPയുമായി കൂട്ടിയിണക്കപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് തന്നെ RSSന്റെ വിദ്യാഭ്യാസ അജണ്ട നടപ്പിലാക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും ബിനോയ് വിശ്വം കുറ്റപ്പെടുത്തിയിരിക്കുകയാണ്. അതിനെപ്പറ്റിയുള്ള ഇടതുപക്ഷ രാഷ്ട്രീയം എന്താണ് എന്ന് പഠിപ്പിക്കാൻ താനില്ല. പഠിപ്പിക്കാൻ CPMന്റെ നേതാക്കൾ ഈ നാട്ടിലുണ്ട്. ശിവൻകുട്ടിക്ക് രാഷ്ട്രീയ ബോധമില്ല എന്നൊന്നും താൻ പറയില്ല. ശിവൻകുട്ടിക്ക് നല്ല രാഷ്ട്രീയ ബോധമുണ്ട്. ശിവൻകുട്ടി നല്ല രാഷ്ട്രീയ നേതാവാണ്. ശിവൻകുട്ടി മാന്യ സുഹൃത്താണ്. ശിവൻകുട്ടി CPM നേതാവാണ്. ശിവൻകുട്ടി ആദരണീയനായ വിദ്യാഭ്യാസ മന്ത്രിയാണ്, എല്ലാമാണ്. ഒരു കാരണവശാലും ശിവൻകുട്ടിയെ ചെറുതാക്കാൻ താനില്ല എന്നും ബിനോയ് വിശ്വം പറഞ്ഞു. PM ശ്രീയിൽ നിന്ന് പിന്മാറാൻ തീരുമാനിച്ചപ്പോൾ ഈ വിജയം CPIയുടെ വിജയമല്ലേ എന്ന് പലരും തന്നോട് ചോദിച്ചു. വിജയത്തിന്റെയും പരാജയത്തിന്റെയും അളവുകോൽ വെച്ച് ഇത് അളക്കാൻ ഞങ്ങളില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് അങ്ങനെ അളക്കാൻ വാശിയുണ്ടെങ്കിൽ ഇത് LDFന്റെ രാഷ്ട്രീയ വിജയമാണെന്ന് താൻ പറയും. LDFന്റെ ഐഡിയോളജിയുടെയും ഐക്യത്തിന്റെയും വിജയമാണ് PM ശ്രീയിൽ സംഭവിച്ചത്. ഈ കത്തെഴുതിയ കാര്യം അടക്കമുള്ള എല്ലാ കാര്യങ്ങളും CPIയുടെയും CPMന്റെയും അടക്കം LDFന്റെ വിജയമാണ്. ആ രാഷ്ട്രീയ വിജയം LDFന്റെ രാഷ്ട്രീയ ആശയത്തിന്റെ വിജയമാണ്. അത് ഇന്ത്യയിലെമ്പാടും PM ശ്രീക്കെതിരെ പടവെട്ടുന്ന വമ്പിച്ച രാഷ്ട്രീയ ബോധമുള്ള അധ്യാപക പ്രസ്ഥാനത്തിന്റെ
വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ വിജയമാണ്. അത് പറയുമ്പോൾ ഞാൻ AISFനെയും SFഐയും കാണുകയാണ്. ഈ സമയത്ത് എന്റെ പ്രിയപ്പെട്ട സഖാവ് ശിവൻകുട്ടി അടക്കം ആരു പ്രകോപനം ഉണ്ടാക്കിയാലും പ്രകോപിക്കപ്പെടാൻ CPI ഇല്ല എന്നാണ് ബിനോയ് വിശ്വം പ്രതികരിച്ചിരിക്കുന്നു. CPIക്ക് വലുത് LDFന്റെ രാഷ്ട്രീയമാണ് എന്നും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. LDFന്റെ വിജയമാണ് CPIക്ക് വലുതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഉപസമിതിക്ക് ഗൗരവമുണ്ടെന്ന് തനിക്ക് ബോധ്യമുണ്ട്. ഉപസമിതി കൺവീനറായ ശിവൻകുട്ടിക്ക് ആ ബോധ്യം ഉണ്ടാകണം. തദ്ദേശ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല എന്നും ശിവൻകുട്ടി പറഞ്ഞത് നല്ല കാര്യമാണ് എന്നും ബിനോയ് വിശ്വം പ്രതികരിച്ചിരിക്കുകയാണ്. അദ്ദേഹം പറയട്ടെ, LDF രാഷ്ട്രീയത്തിന്റെ ഐക്യത്തിനോ വിജയത്തിനോ ഭംഗമാക്കുന്ന ഒന്നും CPI പറയുകയോ ചെയ്യുകയില്ല എന്നും ബിനോയ് വിശ്വം പറഞ്ഞു. അതേസമയം PM ശ്രീ പദ്ധതിയിൽ തുടർ നടപടികൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം കേരളം കേന്ദ്രത്തിന് കത്തയച്ചിരുന്നു. മന്ത്രിസഭാ യോഗത്തിലാണ് മുഖ്യമന്ത്രി കത്തിന്റെ കാര്യം അറിയിച്ചത്. ഇതുവരെ കത്തയക്കാത്തതിൽ പ്രതിഷേധിച്ച് മന്ത്രിമാരായ K രാജനും P പ്രസാദ് മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് അതൃപ്തി അറിയിച്ചതാണ്. തുടർന്നായിരുന്നു കേന്ദ്രത്തിന് കത്തയച്ചത്. ഇതിനുശേഷം നടക്കുന്ന ആദ്യ PB യോഗത്തിൽ പങ്കെടുക്കാൻ ഡൽഹിയിലെത്തിയതായിരുന്നു കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി. PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടെങ്കിലും തൽക്കാലം നടപ്പാക്കാനാകില്ലെന്ന് കേന്ദ്രത്തെ അറിയിക്കാനാണ് കത്തയച്ചത്. ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിൽ തയ്യാറാക്കിയ കത്ത് മുഖ്യമന്ത്രി കണ്ട ശേഷം പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി K വാസുകിയുടെ ഓഫീസിലെത്തിയിരുന്നു. അഡ്വക്കേറ്റ് ജനറലിന്റെ പരിശോധനയ്ക്ക് ശേഷം വകുപ്പ് സെക്രട്ടറി തന്നെയാണ് കേന്ദ്രത്തിന് കത്തയച്ചത്. SSK അതായത് സമഗ്ര ശിക്ഷ കേരള വിഹിതത്തിൽ 109 കോടി കേന്ദ്രം അനുവദിച്ചിരുന്നു. ഇതിൽ 92 കോടി കഴിഞ്ഞ ദിവസം കേരളത്തിന് കിട്ടി. ശേഷിക്കുന്ന 17 കോടി ഈ ആഴ്ച തന്നെ നൽകുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. PM ശ്രീയിൽ ഒപ്പിടാത്തത് മൂലം നേരത്തെ തടഞ്ഞുവെച്ച ഫണ്ടാണിത് എന്നതും ഏറ്റവും ശ്രദ്ധേയം. എന്തായാലും PM ശ്രീയുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ ഏതാണ്ടൊക്കെ ഒതുങ്ങുകയാണ്. കത്തയച്ചു, അത് അത്തരത്തിൽ പിന്നീട് മതി എന്ന രീതിയിലൊരു കത്തൊക്കെ അയച്ച് അത് ഏതാണ്ട് ഒതുങ്ങി വരികയാണ്. എന്തായാലും CPIയും CPMും കൂടി ഈ വിഷയത്തിൽ കൂട്ടയാടി നടന്ന സംഭവമൊക്കെ രാഷ്ട്രീയ കേരളം സാക്ഷിയായതാണ്. എന്തായാലും ആ വിഷയവുമായി ബന്ധപ്പെട്ട് V ശിവൻകുട്ടിയും ബിനോയ് വിശ്വവും വീണ്ടും ഒരു വാക്പോരുണ്ടായിരിക്കുന്നു. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് അത് വലിയ തരത്തിലേക്കൊരു വാക്പോരിലേക്ക് നയിക്കപ്പെടാതെ അത് നേതാക്കൾ ഒതുക്കി നിർത്തുകയാണെന്ന് തന്നെ നമുക്ക് അവരുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.